ഹലോ എവരിവൺ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് നടന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇന്ത്യ റീച്ച്ഡ് 4 ട്രില്യൺ എക്കണോമി എന്ന് പറയുന്നത്. എല്ലാ ഇന്ത്യക്കാർക്കും വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഈ ഒരു ന്യൂസ് എങ്കിൽ പോലും ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഇൻഡെപ്ത് അനലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പുറമേ കാണുന്ന ഭംഗിയൊന്നും അതിനില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു റിയാലിറ്റിയാണ്. സോ ദിസ് ഈസ് വാട്ട് കലാം ഗോണ ഡു ടുഡേ. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു കേസ് സ്റ്റഡി രൂപത്തിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ദ വീഡിയോ വിൽ ബി ഹാവിംഗ് മെയിൻലി 4 സെക്ഷൻസ്. സോ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ എന്താണ് GDP, അതുപോലെ എന്താണ് GDP പെർ ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇന്ത്യൻ എക്കണോമിയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ഇന്ത്യൻ എക്കണോമിയുടെ സെയിം സിറ്റുവേഷനോട് കടന്നുപോയി ഡിക്ലൈനിൽ പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ കേസ് സ്റ്റഡി നമ്മൾ എടുക്കും. അതേപോലെ ഇന്ത്യൻ എക്കണോമിയുടെ സെയിം സിറ്റുവേഷനോടെ കടന്നുപോയി അവിടെ സക്സസ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനോട് കേസ് സ്റ്റഡി നമ്മൾ എടുക്കും. ആൻഡ് എൻഡ് ഓഫ് ദി വീഡിയോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വാട്ട് ആർ ദി പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഫോർ ദി ഇന്ത്യൻ എക്കണോമി. സോ വെൽക്കം ടു കലാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് GDP, എന്താണ് GDP പെർ ക്യാപിറ്റൽ എന്നുള്ളതാണ്. സോ GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം നടത്തുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞൊരു വർഷം 50 lakh അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും 50 lakh മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും 50 lakh സർവീസ് സെക്ടർ പ്രൊഡക്ഷനും നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത് 50 + 50 + 50 = 150 എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത്. അതേസമയത്ത് GDP പെർ ക്യാപിറ്റ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ടോട്ടൽ GDP ഡിവൈഡഡ് ബൈ ആ രാജ്യത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ, അതാണ് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. സോ GDP എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ എക്കണോമി എത്രത്തോളം, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ പ്രൊഡക്ഷൻ എത്രത്തോളം ആണ് എന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ലൈഫ് എത്രത്തോളം ബെറ്റർ ആണെന്ന് ഷോക്കേസ് ചെയ്യുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ GDP എന്നുള്ള ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം 4th സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ പോലും GDP പെർ ക്യാപിറ്റ എന്നുള്ള ആ ഒരു റാങ്കിൽ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യം 141th പൊസിഷനിലാണ്. അതായത് ഡെഫിനറ്റ്ലി എക്കണോമി ഈസ് ഗ്രോയിങ്, ബട്ട് ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദിസ് എക്കണോമി ഈസ് നോട്ട് ഗ്രോയിങ്. സോ ഈ ഒരു വിഷയം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മിഡിൽ ഇൻകം ട്രാപ്പ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സോ എന്താണ് മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് richer, we are not poorer, we are stuck somewhere between in this middle. സോ റീസെന്റ് ആയിട്ട് ബ്ലൂംബർഗിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഷോക്കേസ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 സെക്ഷൻ ആയിട്ടാണ്. അതിൽ ഇന്ത്യ 1, ഇന്ത്യ 2, ഇന്ത്യ 3. ഇതിൽ ഇന്ത്യ 1 എന്ന് പറയുന്നത് കൺസ്യൂമിംഗ് ക്ലാസ് ആണ്. മീൻസ് പെർ മന്ത് 1 lakh പ്ലസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ പറയുന്ന ഇന്ത്യ 1 എന്നുള്ളത്. അവിടെ വരുന്നത് ഓൾമോസ്റ്റ് 120 മില്യൺ പീപ്പിൾ ആണ്. അതേപോലെ ഇന്ത്യ 2 എന്ന് പറയുന്നത് ആസ്പിരന്റ് ക്ലാസ് ആണ്. ഇവിടെ ഇവരുടെ പെർ മന്ത് റവന്യൂ എന്ന് പറയുന്നത് 40,000 പ്ലസ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 300 മില്യൺ പീപ്പിൾ. അതേപോലെ ഇന്ത്യ 3 എന്ന് പറയുന്നത് അൺമോണിറ്റൈസബിൾ ക്ലസ്റ്റേഴ്സ് ആണ്. ഇവരുടെ പെർ മന്ത് റവന്യൂ എന്ന് പറയുന്നത് 14,000 ആവറേജ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 ബില്യൺ പീപ്പിൾ. അതായത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറവ് വരുമാനം വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ഈ ഒരു ഡാറ്റ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പെരിഫറൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേൾഡ് ഇനീക്വാലിറ്റി റിപ്പോർട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബോട്ടം 50% ഓഫ് പോപ്പുലേഷൻ്റെ പെർ ഇയർ റവന്യൂ എന്ന് പറയുന്നത് വെറും 71,000 ഓൺ ആൻ ആവറേജ് ആണ്. അതേപോലെ ടോപ്പ് 10% ആവറേജ് വരുന്നത് 13.5 lakh പെർ ഇയർ ആണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ടുള്ള ഇനീക്വാലിറ്റി, വെൽത്ത് ഇനീക്വാലിറ്റി വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഡാറ്റകളൊക്കെ ഷോക്കേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓക്സ്ഫാമിൻ്റെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ ബോട്ടം 50% ഓഫ് ആളുകളിൽ വെറും 3% ഓഫ് വെൽത്ത്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ 3% ഓഫ് വെൽത്ത് വരുന്നത് നമ്മുടെ ബോട്ടം 50% ഓഫ് ആളുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസേൺ. നമ്മൾ GDPയെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ GDPയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഈ പറയുന്ന GDP പെർ ക്യാപിറ്റ, അതുപോലെ തന്നെ നമ്മുടെ ഈ മിഡിൽ ഇൻകം ട്രാപ്പ്, അതേപോലെ തന്നെ ഈ പറയുന്ന വെൽത്ത് ഇനീക്വാലിറ്റി പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു സീരിയസ് കൺസേൺ ആണ്. അതേപോലെ നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തുള്ള 54% ഓഫ് ഗ്രാജുവേറ്റ്സും അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് 8.25% ഓഫ് വർക്കേഴ്സ് മാത്രമാണ്
അവരുടെ ക്വാളിഫിക്കേഷൻസ് അലൈൻ ചെയ്തിട്ടുള്ള ജോലികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ അൺഅവൈലബിലിറ്റിയും ടെക്നിക്കൽ കോഴ്സുകൾക്ക് പുറമേ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാനുള്ള പ്രയാസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാലിറ്റിയാണ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ എക്കണോമിക് സിറ്റുവേഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു മലേഷ്യ എന്നുള്ള രാജ്യം. 1960 വരെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ GDP-യിൽ വലിയ ഗ്രോത്തുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് സ്ലംസുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായിരുന്നു മലേഷ്യ എന്ന് പറയുന്നത്. പക്ഷേ 1960 to 1985 എന്നുള്ള ഒരു കാലഘട്ടത്തിൽ മലേഷ്യൻ എക്കണോമി എന്ന് പറയുന്നത് വലിയൊരു ട്രമൻഡസ് ഗ്രോത്ത് ഷോക്കേസ് ചെയ്തൊരു ടൈമായിരുന്നു. ആ ഒരു സമയത്താണ് ആ രാജ്യത്തിൻ്റെ GDP വളരുകയും ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ അർബൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ വിഷൻ 2020 ഒക്കെ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന 1990s to 2000 എന്ന് പറയുന്നത്. സോ എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്? മലേഷ്യയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റ് ആയിരുന്നു അവരുടെ ചീപ്പ് ലേബർ എന്ന് പറയുന്നത്. അതായത് ചെറിയ എക്സ്പെൻസിൽ അല്ലെങ്കിൽ വളരെ ചെറിയ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് മലേഷ്യയുടെ വലിയൊരു റിസോഴ്സസ് ആയിരുന്നു. സോ ആ ഒരു റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലുള്ള ഒരുപാട് കമ്പനികൾ മലേഷ്യയിൽ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ചീപ്പ് ലേബർ യൂസ് ചെയ്തിട്ട് അവർ ഒരുപാട് പ്രൊഡക്ഷൻസ് നടത്താൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യത്തിൻ്റെ GDP പതിയെ വളരാൻ തുടങ്ങി. പക്ഷേ ഇവിടെ നടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഈ വിഷയത്തിൽ ചിന്തിക്കുക. അതായത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ മലേഷ്യയിൽ നിങ്ങളുടെ ഒരു ബ്രാഞ്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നിങ്ങൾ മലേഷ്യയിൽ ഓപ്പൺ ചെയ്യുകയാണ്. കാരണം നിങ്ങൾ അവിടെ ചീപ്പ് ലേബറാണ്, റൈറ്റ്? അങ്ങനെ നിങ്ങൾ അവിടെ ഒരു 20 വർഷം നിങ്ങൾ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തിട്ട് 21ാമത്തെ വർഷം നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് മലേഷ്യയുടെ അടുത്ത് നിൽക്കുന്ന വേറൊരു രാജ്യത്ത് ഇതിനേക്കാൾ ചീപ്പായിട്ടുള്ള ലേബർ അവൈലബിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് യു ഗോണ ഡു, നിങ്ങൾ എന്ത് ചെയ്യും? മലേഷ്യയിൽ നിന്നുള്ള ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഈ സെയിം സിറ്റുവേഷൻ തന്നെ മലേഷ്യൻ എക്കണോമിയിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ് അവിടെ നടന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എംപ്ലോയീസിന് എന്താണ് ഈ ഒരു ജോലി അല്ലാതെ വേറൊരു ജോലിയിലേക്ക് മാറാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ഇന്ന് സാക്രിഫൈസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അൺഅവൈലബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ചീപ്പ് ലേബർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലാകാലത്തേക്കുള്ള ഒരു ഗ്രോത്ത് ആ രാജ്യങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ഒരു ടൈം ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, ആ രാജ്യത്തുള്ള കമ്പനികൾ വേറൊരു രാജ്യത്തേക്ക് അവരെന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഇതാണ് മലേഷ്യൻ എക്കണോമിയും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുമായിട്ട് വളരെ കണക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ചീപ്പ് ലേബർ. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരുപാട് നമ്മൾ ന്യൂസ് ചാനൽസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നമ്മൾ പോയി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വളരെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ പോലും എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സ്വിഗ്ഗി, സൊമാറ്റോ, ഐ എം നോട്ട് ബ്ലെയിമിങ് ദാറ്റ് ജോബ്, ബട്ട് ഈവൻ ദോ വിത്ത് ഓൾ ദീസ് ക്വാളിഫിക്കേഷൻസ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ഓൾ ദീസ് സെക്ടേഴ്സ്. ഓക്കെ, സോ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സെയിം എക്കണോമിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ ഈ പറയുന്ന എക്കണോമിക് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് അതൊക്കെ മറികടന്ന് ലോകത്തിന് തന്നെ വലിയൊരു അത്ഭുതമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു സൗത്ത് കൊറിയ എന്നുള്ളത്. അതായത് 1950 വരെ അല്ലെങ്കിൽ 1950-55 കാലഘട്ടങ്ങളിൽ കൊറിയൻ വാറിന് ശേഷം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ വെറും $100 GDP-യിൽ നിന്ന് പോയിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അവരെ ഇന്ന് ലോകത്ത് മാറ്റിമറിച്ച ഒരു രാജ്യമാക്കി മാറ്റിയത്? അവരുടെ കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക് പ്ലാനിംഗ് ആണ്. സൗത്ത് കൊറിയയുടെ ഒരു കേസിൽ എടുക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് പ്ലാനിംഗ് ആയിരുന്നു 3 സെറ്റ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് ജനറേഷൻ 1, ജനറേഷൻ 2, ജനറേഷൻ 3. ജനറേഷൻ 1 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ജനറേഷൻ ആ രാജ്യത്തുള്ള പ്രൊഡക്ഷൻ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ആ രാജ്യത്തുള്ള ഫാക്ടറീസിൽ വർക്ക് ചെയ്യുക, ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഫോക്കസ് ചെയ്യുക. ജനറേഷൻ 2 എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു. സോ ജനറേഷൻ 2 മെയർലി ഫോക്കസിങ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്. ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത് ഈ പറയപ്പെടുന്ന സ്കൂളും ഈ പറയുന്ന എഡ്യൂക്കേഷനും ഈ പറയുന്ന ടെക്നിക്കൽ സ്കിൽസും ആയിരുന്നു. സോ ഈ ജനറേഷൻ 2-ൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ ജനറേഷൻ 3-ലേക്ക് വരുന്ന സമയത്ത് അവർ ഇന്നോവേറ്റേഴ്സ് ആയിട്ട് മാറുകയാണ്. അതായത് ലോകം ഇന്നേ വരെ കാണാത്ത ഒരുപാട് ടെക്നിക്സും ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു എൻ്റർ ജനറേഷൻ അവിടെ മാറ്റിമറിക്കുകയാണ്. അതാണ് ഈ പറയുന്ന ജനറേഷൻ 3 എന്ന് പറയുന്നത്. സോ ഇത്രയും വളരെ കണ്ണിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രാഗ്മാറ്റിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്ലാനിങ് ആയിരുന്നു സൗത്ത് കൊറിയയുടേത്.
പിന്നെ എടുത്തു പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ GDP കൂടുതലും ഫോക്കസ് ചെയ്തത് ആ രാജ്യത്തിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ ആ രാജ്യത്തിന്റെ എഡ്യൂക്കേഷനിലേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകം ഇന്ന് കാണുന്ന ഒരുപാട് ടെക്നോളജീസും ഒരുപാട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസും ഇന്ന് റൂൾ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് സൗത്ത് കൊറിയ മാറുകയാണ്. ഹ്യുണ്ടായി, കിയ, സാംസങ്, LG പോലുള്ള ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് ബ്രാൻഡുകളുടെ ഒരു മദർ പ്ലേസ് ആയിട്ട് സൗത്ത് കൊറിയ മാറുകയാണ്. അതായത് കേവലം മാനുഫാക്ചറിങ് യൂണിറ്റ് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത ഒരു രാജ്യം കൃത്യമായിട്ടൊരു എക്കണോമിക് പ്ലാനോട് കൂടി ഇന്ന് രാജ്യത്തെ വലിയൊരു ഇന്നോവേറ്റേഴ്സ് ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ കൊറിയയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൾച്ചറൽ ഫാക്ടേഴ്സ്, K-ഡ്രാമാസ്, K-പോപ്സ്, സ്ക്വിഡ് ഗെയിം, അങ്ങനെ ഒരുപാട് സീരീസുകളും അതേപോലെ തന്നെ അവരുടെ ടൂറിസം, അതേപോലെ അവരുടെ ഇന്നോവേറ്റീവ് ഹബ്സുകൾ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. സോ ഇതൊക്കെ സൗത്ത് കൊറിയ മാറ്റിമറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു എക്കണോമിക് പ്ലാൻ ഒരു രാജ്യത്തുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബട്ട് വി നീഡ് എ ക്ലിയർ കട്ട് പ്ലാനിങ്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കേസ് സ്റ്റഡി ഓഫ് വാട്ട് സൗത്ത് കൊറിയ ഹാവ് ബീൻ അച്ചീവ്ഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വാട്ട് we can do എന്നുള്ളതാണ്. Because problem statement is a very easy task, right? Because if you have some data, if you have something in our hand, it is very easy to make some problems. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നങ്ങൾ സംസാരിക്കുക എന്നതിലുപരി ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്ത് സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്, ഇറ്റ് ജസ്റ്റ് കംപ്ലീറ്റ്ലി അപ്പോൺ മൈ പെർസ്പെക്റ്റീവ് ഓൺലി. സോ എനിക്ക് പേഴ്സണലി വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഇന്ന് രണ്ട് തരത്തിലുള്ള ജെൻസി പോപ്പുലേഷൻസേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ബേസിക് ആയിട്ടുള്ള സെക്കൻഡറി വരെ പഠിക്കുക, അതിനുശേഷം UK അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തേതെങ്കിലും രാജ്യത്ത് പഠിക്കാൻ പോവാം. അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ നാട് പോവുകയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. അതായത് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ആ കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് ഐഡിയാസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദാറ്റ്സ് നോട്ട് എ സ്മോൾ റിസോഴ്സസ്, ദാറ്റ്സ് എ വെരി ബിഗ് റിസോഴ്സസ്. ആൻഡ് ഈ പറയപ്പെടുന്ന റിസോഴ്സുകളെ ഗവൺമെന്റ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ കുട്ടികളൊക്കെ പോകുന്ന കോളേജുകൾ യഥാർത്ഥത്തിൽ ശരിക്കും എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അവർ ഈ പറയുന്ന +2 വരെ പഠിക്കുകയാണ്, അതിനുശേഷം അവർ കോളേജിൽ പോകുന്നു, അവരവിടെ നിന്ന് ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഫ്രണ്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്ന പുതിയ ബിസിനസ് തുടങ്ങുകയാണ്. പക്ഷേ ഇവിടെയൊന്നും ഈ എഡ്യൂക്കേഷൻ സെക്ടറിന് വലിയ റോളുകളൊന്നും ഇതിൽ ഇഫക്ട് ചെയ്യാനില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസ്. സോ നമ്മുടെ സിലബസും നമ്മുടെ വേ ഓഫ് ടീച്ചിങ്ങും വേ ഓഫ് ലേണിംഗ് ഒക്കെ ഒരുപാട് തരത്തിൽ ഒരുപാട് ആംഗിളിൽ അത് മാറാനുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ MBA എന്നുള്ള ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാത്രമാണ് MBAയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ റിയൽ കോർപ്പറേറ്റ് വേൾഡ് നടക്കുന്ന സിലബസുമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് ഒരു Tier 3 Tier 4 യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നും ആ ട്രഡീഷണൽ സിലബസ് മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇറലവന്റ് ഇൻ ദിസ് വേൾഡ്. സോ ഇതാണ് വളരെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി മാറണം എന്ന് തോന്നിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചേഞ്ച് വരുന്ന ഒരു മേഖലയാണ് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത്. അതായത് 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷന് ശേഷം നമ്മുടെ രാജ്യം അഗ്രികൾച്ചറൽ എക്കണോമിയിൽ നിന്ന് വളരെ പെട്ടെന്നാണ് IT സെക്ടറിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു മാനുഫാക്ചറിങ് സെക്ടർ. ദാറ്റ് മീൻസ് എല്ലാ എക്കണോമിയും ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യം അഗ്രികൾച്ചർ സെക്ടർ വരും, അതിനുശേഷം മാനുഫാക്ചറിങ്, അതിനുശേഷം സർവീസ് സെക്ടർ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ മാനുഫാക്ചറിങ് കൃത്യമായി ഫോക്കസ് ചെയ്യാതെ നമ്മൾ നേരെ എവിടത്തേക്ക് ഫോക്കസ് ചെയ്തു, IT ഫോക്കസ് ചെയ്തു. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഈസ് ഈ അഗ്രികൾച്ചറിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇന്നും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. സോ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളെ അല്ലെങ്കിൽ ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് നമ്മുടെ രാജ്യത്ത് വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നോവേഷൻസ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇന്നോവേഷൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഈ പറയപ്പെടുന്ന സ്റ്റാർട്ടപ്പ് ഐഡിയാസും ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് വെഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൻഡ് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ബട്ട് ഈവൻ ദോ ഇറ്റ് ഷുഡ് ബി ഗ്രോൺ ഇൻ അനദർ ലെവൽ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണ്. പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആണ്. ആൻഡ് that will be discussing detail in the next video. So ഇതൊക്കെയാണ് നമ്മുടെ എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ആസ്പെക്ട്സ് എന്നുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആസ് എൻ ഇന്ത്യൻ, വാട്ട് ഡു ഐ പേഴ്സണലി ബിലീവ് ഈസ് നമ്മളൊരു വിഷയം
മാത്രം പറയുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പെരിഫറലിൽ കാണുന്ന ഭംഗി മാത്രം നമ്മൾ കണ്ട് അത് സ്റ്റാറ്റസ് ഇടുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുന്ന സമയത്ത്, ഒരു മിഡിൽ മെൻ അല്ലെങ്കിൽ റൂറൽ മെനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അവരുടെ ജീവിതം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. GDP നമ്മൾ 4th റാങ്കിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭക്ഷണം കിട്ടാതെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് പോലുള്ള ഒരുപാട് വിഷയങ്ങളിലൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദാറ്റ് ഡേ, ബൈ, ജയ് ഹിന്ദ്.